Hello മക്കളെ, അപ്പോൾ നമ്മുടെ +1 ബയോളജിയുടെ എക്സാം ഒക്കെ ദേ അടുത്തിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ +1 ബയോളജിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് നമ്മുടെ അനിമൽ കിങ്ഡം. അപ്പോൾ ഈ അനിമൽ കിങ്ഡത്തിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്സ് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിട്ടു പോകാൻ പാടില്ലാത്ത ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മളുടെ ഈ ഒരു ഡയഗ്രാം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഇത് ഇതാണ്, ഇത് നമ്മളുടെ ഫൈലം കോർഡേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാം ആണ് അല്ലേ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, മിസ് പറഞ്ഞേ ഉള്ളൂ. ഇത് നമ്മളുടെ ഫൈലം കോർഡേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളോടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ എക്സ് ഏതാണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗിൽ സ്ലിറ്റ്സ് ആണ് അല്ലേ. ഗിൽ സ്ലിറ്റ്സ് ആണ്, പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് നമ്മളുടെ ഈ ലാസ്റ്റ് വൈ കാണിച്ചിരിക്കുന്നത് പോസ്റ്റേനൽ ടെയിൽ പാർട്ടാണ്. പോസ്റ്റേനൽ ടെയിൽ പാർട്ട്. ഇതിൽ നമ്മളോട് എന്ത് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് എല്ലാ ഫീച്ചേഴ്സും ഫൈലം കോർഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറയാറുണ്ട് കേട്ടോ. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഫൈലം കോർഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെച്ചതാണ് ഫൈലം കോർഡേറ്റയുടേത്. അപ്പോൾ ഫൈലം കോർഡേറ്റയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് പോസ്റ്റേനൽ ടെയിൽ പാർട്ട് ഉണ്ട് അല്ലേ. പോസ്റ്റേനൽ ടെയിൽ ഉണ്ട്. പോസ്റ്റേനൽ ടെയിൽ പ്രസൻ്റ് ആണ്. ഇവർക്കാണെങ്കിലോ പോസ്റ്റേനൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. നോൺ കോർഡേറ്റ. നോൺ കോർഡേറ്റയ്ക്ക് അങ്ങനെ പോസ്റ്റേനൽ ടെയിൽ പാർട്ട് ഇല്ല. പോസ്റ്റേനൽ ടെയിൽ പാർട്ട് ആബ്സെൻറ്റ്. ടെയിൽ പാർട്ട് ആബ്സെൻറ്റ്. ടെയിൽ പാർട്ട് ആബ്സെൻറ്റ്. ഇവർക്ക് പോസ്റ്റേനൽ ടെയിൽ പാർട്ട് ആബ്സെൻ്റ് ആണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവർക്ക് പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഇവർക്കാണെങ്കിലോ അത് ആബ്സെൻ്റ് ആണ്. ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ്. ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ്. ഇവർക്ക് ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ് ആണ്. പിന്നെ നമുക്ക് പറയാം നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് വെൻട്രൽ സൈഡിലാണ്. സർക്കുലേറ്ററി സിസ്റ്റം വെൻട്രൽ. നമ്മളുടെ ഹാർട്ട് വെൻട്രൽ ആണെന്നൊരു പോയിന്റ് നമ്മൾ പഠിക്കുന്നില്ലേ. സർക്കുലേറ്ററി സിസ്റ്റം വെൻട്രൽ. ഇവിടെയാണെങ്കിലോ സർക്കുലേറ്ററി സിസ്റ്റം ഡോർസൽ. ഡോർസൽ. ഇനി നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടോകോഡ് പ്രസൻ്റ് ആണല്ലേ. അവർക്കാണെങ്കിൽ നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. നോട്ടോകോഡ് പ്രസൻറ്റ്. ഇവർക്കാണെങ്കിലോ നോട്ടോകോഡ് ആബ്സെൻറ്റ്. നോട്ടോകോഡ് ആബ്സെൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡോർസലാണ്. ഡോർസൽ ആയിട്ടുള്ള നമ്മളുടെ നെർവ് കോഡ് ഉണ്ട് അല്ലേ. ഡോർസൽ നെർവ് കോഡ് ഉണ്ട്. ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്. ഡോർസൽ ഹോളോ നെർവ് കോഡ്. ഡോർസൽ ഹോളോ നെർവ് കോഡ്. നമുക്ക് സിംഗിളാണ് നമ്മളുടെ നെർവ് കോഡ്. പക്ഷേ നോൺ കോർഡേറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് സിംഗിൾ അല്ല, പെയർഡാണ്. വെൻട്രലാണ്. വെൻട്രലാണ്, പെയർഡാണ്, സോളിഡ് നെർവ് കോഡാണ്. സോളിഡ്. അപ്പോൾ നമ്മളുടെ ഡിഫറൻസസ് ആയി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. നമ്മളുടെ കോർഡേറ്റയുടെ സെക്ഷൻ ഒന്നെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ലേബൽ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വെർട്ടബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷനാണ്. നമ്മളുടെ ആ ഒരു സബ് ഫൈലം വെർട്ടബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷനാണ്. എഗ്നാത്ത ആണെങ്കിൽ ഇവിടെ എന്താ മക്കളെ വരിക? നാത്തയുടെ ബേസിൽ നാത്ത ഉള്ളവരും നാത്ത ഇല്ലാത്തവരും. അപ്പോൾ ഇവിടെ നമുക്ക് നാത്തോസ്റ്റൊമാറ്റ. നാത്ത ഉള്ളവരാണെങ്കിൽ നാത്തോസ്റ്റൊമാറ്റ. ഓക്കെ, ഇനി നമ്മളിത് ഇവിടെ അഗ്നാത്തയുടെ ഒരു ക്ലാസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അഗ്നാത്തയ്ക്ക് നമുക്ക് പഠിക്കാൻ ഒരൊറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ. സൈക്ലിക്കൽ മൗത്തുള്ള നമ്മളുടെ സൈക്ലോസ്റ്റൊമാറ്റ. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. പിന്നെ നമ്മളുടെ ഈ നാത്തോസ്റ്റൊമാറ്റനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഫിൻസ് ഉള്ളവർ, ദാറ്റ് സ്പീസീസ്, ആൻഡ് ലിംസ് ഉള്ളവരാണെങ്കിലോ ലിംസിനെ നമ്മൾ എന്താ പറയുക? പോഡ അല്ലേ. അപ്പൻഡേജസ്. അപ്പം 4 കാലുള്ളവരെ നമ്മൾ പറയും ടെട്രാപോഡ. സൂപ്പർ ക്ലാസ് ടെട്രാപോഡ ആൻഡ് സൂപ്പർ ക്ലാസ് പീസസ്. അതിൽ തന്നെ പീസസിൻ്റെ 2 ക്ലാസ്സാണ്. ഒന്ന് കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ കോൺട്രക്റ്റീസും, പിന്നെ നമുക്ക് ബോണി ഫിഷസിനെ നമ്മൾ എന്താ പറയുക? ഓസ്റ്റിക്തീസ്. ബോണി ഫിഷസിനെ നമ്മൾ പറയും, ആ ക്ലാസ്സിന് നമ്മൾ പറയും ഓസ്റ്റിക്തീസ്. പിന്നെ നമ്മളുടെ ടെട്രാപോഡയിൽ നമുക്ക് 4 ക്ലാസ്സുകളാണല്ലേ. നമ്മൾ ആംഫീബിയ, ദെൻ കംസ് നമ്മളുടെ ക്രീപ്പിംഗ് ആൻഡ് ക്രോളിംഗ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന റെപ്റ്റീലിയ, റെപ്റ്റൈൽസ്, എയ്സ്, പിന്നെ നമ്മളെല്ലാവരും വരുന്ന മാമൽസ്. ഓക്കെ, അപ്പോൾ ഇത്
എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ് പറയണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഇത് ഏതാണ്? ഐഡൻറ്റിഫൈ ദ പിക്ചർ എന്നാണ് പറഞ്ഞത്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾ ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ടാകും മിസ് ഇതാണ് ഏതാണ്? നമ്മളുടെ നിഡോബ്ലാസ്റ്റ് ആണ് അല്ലേ. ദിസ് വൺ ഇസ് നിഡോബ്ലാസ്റ്റ് ആണ്. ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ്പ് ദി ഓർഗാനിസം? അപ്പോൾ മിസ് വെറുതെ ചോദിക്കുക ഇത് ഏത് ഫൈലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെല്ലാവരും അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇത് ഏത് ഫൈലത്തിൻ്റെ ഫീച്ചറാണെന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇത് എന്തിനാണ് ഈ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫെൻസിന് ഹെൽപ്പ് ചെയ്യുക അല്ലേ. ഹെൽപ്സ് ഇൻ ഡിഫെൻസ്. അതുപോലെ തന്നെ പ്രേ ക്യാപ്ചർ, പിന്നെ നമുക്ക് എവിടെയെങ്കിലും എഡഷൻ, എവിടെയെങ്കിലും ഇങ്ങനെ ഹൂക്കായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് എഡഷന് ഹെൽപ്പ് ചെയ്യും. എവിടെയെങ്കിലും ഇങ്ങനെ കൊളുത്തിയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രേ ക്യാപ്ചർ, ഡിഫെൻസ് ആൻഡ് എഡഷൻ. ഇത് ഏത് ഫൈലത്തിലാണ് ഈ ഒരു ഫീച്ചർ കാണുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. ഇനി ഇതേ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് മിസ്സായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ എ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മളുടെ സ്കോളിഡൻ ആണ്, സ്കോളിഡൻ. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പിക്ചറാണ്, ദാറ്റ് ഇസ് കാട്ട്ല. ഓക്കെ, ഇനി നമ്മളോട് ഈ രണ്ട് ക്ലാസ്സസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഏത് ക്ലാസ്സിലാണ് വരിക? നമ്മളുടെ സ്കോളിഡൻ വരുന്ന ക്ലാസ് നമുക്കറിയാം കോൺട്രിക്റ്റീസ് ആണ്. കോൺട്രിക്റ്റീസ്. ആൻഡ് നമ്മളുടെ കാട്ട്ല വരുന്ന ക്ലാസ് നമ്മളുടെ ഓസ്റ്റിക്റ്റീസ് ആണ്, ഓസ്റ്റിക്റ്റീസ്. ഇനി നമുക്ക് കണ്ണും പൂട്ടി എഴുതാൻ പറ്റുന്ന നമ്മളുടെ കുറച്ച് പോയിന്റ്സ് ആണ് ഈ കോൺട്രിക്റ്റീസിൻ്റെയും ഓസ്റ്റിക്റ്റീസിൻ്റെയും. അപ്പോൾ നമ്മളുടെ കോൺട്രിക്റ്റീസ് എപ്പോഴും മിസ് പറയാറില്ലേ ആ സി എന്ന് ആലോചിച്ചാൽ മതി എന്ന്. അപ്പോൾ കോൺട്രിക്റ്റീസ് എന്ന് പറയുമ്പോൾ ഇവരുടെ എൻഡോസ്കെലിട്ടൺ എന്താണ്? എൻഡോസ്കെലിട്ടൺ ഇവരുടേത് കാർട്ടിലേജ് ആണ്. എൻഡോസ്കെലിട്ടൺ കാർട്ടിലേജ് ആണ്. ഇവരുടെ ആണെങ്കിലോ ബോണിയാണ്. കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ, ഇവരുടെ ആണെങ്കിൽ ബോണി എൻഡോസ്കെലിട്ടൺ ആണ്. പിന്നെ നമ്മൾ മൗത്തിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരുടേത്, അതായത് നമ്മളുടെ കാർട്ടിലേജിനസ് ഫിഷസിൻ്റെത് വെൻട്രൽ സൈഡിലാണ്. അപ്പം നമ്മളിലേക്ക് ഇങ്ങനെയാണ് ടെർമിനൽ ആണെങ്കിൽ ഇവരുടേത് വെൻട്രൽ സൈഡാണ്, ഇവർക്കാണെങ്കിൽ ടെർമിനൽ സൈഡ്. ഓക്കെ, വെൻട്രൽ സൈഡാണ് ഇവർക്കാണെങ്കിൽ നമ്മളുടെ ബോണി ഫിഷസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ടെർമിനലാണ്. നമ്മളുടെ കടൽ കുതിര, ഹിപ്പോ ക്യാമ്പസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ, ടെർമിനൽ സൈഡിലാണുള്ളത്. ഇനി ഇവരുടെ സ്കെയിൽസിൻ്റെ പ്രത്യേകത, സ്കെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഏതാണ്? പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്, പ്ലാക്കോയിഡ് സ്കെയിൽസ്. ഇവർക്കാണെങ്കിൽ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആണ്. സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്, സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആണ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ രണ്ട് ആൾക്കാർ ആബ്സെൻറ്റും പ്രസൻറ്റും പറയാം അല്ലേ. നമ്മൾ എയർ ബ്ലാഡർ ആൻഡ് ഓപ്പർക്കുലം, എയർ ബ്ലാഡറും അതുപോലെ തന്നെ ഓപ്പർക്കുലം, ഇത് രണ്ടും തന്നെ നമ്മളുടെ കാർട്ടിലേജിനസ് ഫിഷസിന് ആബ്സെൻ്റ് ആണ്. ഇത് രണ്ടും നമ്മളുടെ ബോണി ഫിഷസിന് പ്രസൻ്റ് ആണ്, പ്രസൻറ്റ്. പിന്നെ ഇവരെവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുക? നമുക്ക് ഒരിക്കലും നമ്മളുടെ ഷാർക്കിനെയോ അല്ലെങ്കിൽ ട്രൈഗണിനെയോ ടോർപിഡോനെയോ ഒന്നും നമുക്ക് ഫ്രഷ് വാട്ടറിൽ കാണാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ദീസ് ആർ എക്സ്ക്ലൂസീവ്ലി മെറീൻ ആണ്, എക്സ്ക്ലൂസീവ്ലി മെറീൻ. ആൻഡ് ഇവരാണെങ്കിലോ നമുക്ക് ഫ്രഷ് വാട്ടറിലും കാണാം. പ്രസൻറ്റ് ഇൻ ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മെറീൻ, ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ മെറീൻ കണ്ടീഷനിലും നമുക്കിവരെ കാണാം. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഒരു 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റൻ ആണ്. എൻ്റെ മക്കൾ ഒരു കാരണവശാലും ഇത് തെറ്റിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഫൈലും പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. യെസ്.